ഞാനിപ്പോൾ ധോണിയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി വന്നാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ടിക്കറ്റ് റേറ്റ് വരുന്നത് 120 രൂപയാണ് ഒരാൾക്ക്. ആണ് നമ്മൾ നടന്നു പോകുന്ന റോഡ്. ടാറിംഗ് ഒന്നുമില്ല. അപ്പോൾ കാട്ടിലൂടെ 4 കിലോമീറ്റർ നടക്കാനുണ്ട്. നമ്മൾ നടന്ന ഏകദേശം 1 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ കൂടെ ഗൈഡൊക്കെ ഉണ്ട്. അത്യാവശ്യം ഉൾക്കാട് തന്നെയാണ്. നമ്മൾ നടന്നൊരു 3 കിലോമീറ്റർ ആയി. എന്നിട്ട് മുകളിൽ നിന്ന് ചോട്ടിലേക്കുള്ള കാഴ്ചകളൊക്കെയാണിത്. അപ്പോൾ നടന്ന ഏകദേശം ടോപ്പ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 750 മീറ്ററാണ് ഉള്ളത് നടക്കാൻ. ഇപ്പോൾ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഇപ്പോൾ 2 ഗ്രില്ലൊക്കെ വെച്ച് നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഹായ്, എവിടെ പ്ലേസ് എവിടെയാണ്? കോയമ്പത്തൂരിന്നാണ്. കോയമ്പത്തൂർ എവിടെ? കോയമ്പത്തൂർ ടൗൺ തന്നെ, ലക്ഷ്മി മിൽസ്. അതല്ലേ, ഫസ്റ്റ് ടൈം ആണോ ഇവിടെ? ഇവിടെ ഫസ്റ്റ് ടൈം. അതല്ലേ, എങ്ങനെയുണ്ട് പ്ലേസും കാര്യങ്ങളും? കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസാ. ട്രെക്കിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോ കുറച്ച് ഇതായിരുന്നു. നല്ല എക്സ്പീരിയൻസാ. എന്താ പേരെന്താണ്? വൈഷ്ണവി. വൈഷ്ണവില്ലേ, ഓക്കെ. അപ്പോൾ ഇതാണ് ധോണി വാട്ടർഫാൾസ്. ഇപ്പോൾ വെള്ളച്ചാട്ടം ഒന്നും വലുതായിട്ടില്ല. നമ്മൾ ജൂൺ ജൂലൈ മാസമൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളച്ചാട്ടം കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ചെറിയ രീതിക്ക് തന്നെ ഉള്ളൂ. നേരത്തെയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഇറങ്ങി കുളിച്ച് എൻജോയ്മെൻറ്റ് ചെയ്തിട്ടൊക്കെ പോവുക. അപ്പോൾ അതിനൊന്നും പറ്റില്ല. ഇങ്ങനെ വരിക, കാണുക, ഫോട്ടോസ് എടുക്കുക. ഇവിടെ വന്നപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. പക്ഷേ അത് കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇറങ്ങാനൊക്കെ പറ്റും. അത്യാവശ്യം വെള്ളത്തിൽ കളിക്കാനൊക്കെ പറ്റും. നല്ല തണുത്ത വെള്ളമാണ്. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലുള്ള കാഴ്ചകളാണിത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനും കൂടി കിട്ടിയിട്ടുണ്ട്, നമ്മുടെ രഞ്ജിത്താട്ടൻ. ഇറങ്ങി വരുമ്പോൾ കുറച്ച് ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വേഗം എത്താൻ വേണ്ടി കഴിയും. ഇറങ്ങുമ്പോൾ കുറച്ച് റിസ്ക് പിടിച്ച വഴിയാണ്, നോക്കി ഇറങ്ങണം. എന്തായാലും കാടിലൂടെയുള്ള ഒരു നല്ലൊരു ട്രെക്കിംഗ് തന്നെയാണിത്. അപ്പോൾ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെയാണ്. അങ്ങനെ ഇറങ്ങി ചൂടെത്തിയിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം വന്നിട്ട് 10:30 1:30 അപ്പോൾ 10:30 ബാച്ചിനാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ. ഫാമിലിയോടെ വരാൻ പറ്റിയ സ്ഥലമാണെന്ന് ചോദിച്ചാൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ധോണിയിലെ കാഴ്ചകൾ. ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തിങ്കളാഴ്ച വരാതിരിക്കുക. ഇവിടെ തിങ്കളാഴ്ച ഒഴിവ് ദിവസമാണ്. അപ്പോൾ ഓക്കെ.